ഹലോ ഗൈസ്, അപ്പോൾ ഇത്ര എളുപ്പമായിരുന്നു നമുക്ക് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇൻഷോട്ട് ആപ്പ് തുറന്നിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഇതിൽ നമുക്ക് വീഡിയോയും ഇത് രണ്ടും ഫോട്ടോ എഡിറ്റ് ചെയ്യാനും ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാനും. ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ന്യൂ ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇത് എടുക്കാം. വീഡിയോയിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോസ് എടുത്തിട്ട് നമുക്കത് വീഡിയോസ് ആക്കാം. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഞെക്കി പിടിച്ചിട്ട് ഇതാ വേണ്ടെങ്കിൽ നമുക്കിത് അൺസെലക്ട് ചെയ്യാനും പറ്റും, സെലക്ട് ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ ഒരു 3 ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. റൈറ്റിൽ ഒരു ടിക്ക് ഉണ്ടാവും. ഇനി ആദ്യം മുതലിങ്ങനെ പറഞ്ഞു പോകാൻ അതിൽ കുറേ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാൻവാസ് എടുത്തു. ക്യാൻവാസിൽ നമുക്കിത് ഷോർട്സ് ആണോ, ഷോർട്സ് ആക്കണമെങ്കിൽ ഇത് ഷോർട്സിൻ്റെ ഇത് സൂം ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെയാവും. ഇവിടെ സൂമിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ സൂം ചെയ്ത് വെക്കാം. നമ്മൾ യൂട്യൂബിൽ വീഡിയോ പോലെ ഇടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് സൂം ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ഇതിൽ ചെയ്യാം, ക്യാൻവാസിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്കിതിൽ ഓഡിയോ കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ റെക്കോർഡിൻ്റെ ബട്ടൺ ഞെക്കിയിട്ട് ഓണാക്കിയിട്ട് നമുക്ക് ഓഡിയോ കൊടുക്കാം. പിന്നെ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. നിൽക്കൂ. ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ നമ്മൾ ഇത്ര ചെയ്തു. ഞാൻ റൈറ്റ് കൊടുക്കുക, ഇത്രേ ചെയ്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ ഓഡിയോ ഇങ്ങനെ തിരിച്ച് ഈ സൈഡിലേക്ക് വെച്ചു ഞാൻ അങ്ങനെ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ തന്നെ കാണാം. ഓഡിയോ വന്നു. ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ട, ഇപ്പോൾ ഓഡിയോ വന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഓഡിയോ തറ്റത്തേക്ക് തന്നെ വെച്ചു. ഈ ഓഡിയോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ പോയിട്ട് നമുക്ക് ഇപ്പോൾ ആദ്യം എഡിറ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഇത്ര ഫെയ്ഡ് ഇട്ടു. ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ചെറിയ ശബ്ദത്തിൽ നിന്ന് വലുതിലേക്ക് ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എത്ര ഇട്ടു. ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ടോ? ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്താൽ മതി. ഈ ഒരു ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പീഡ് ഇതാക്കാം, സ്പീഡ് നോക്കാം. കണ്ടോ? നമുക്ക് നോർമൽ സ്പീഡാണ് 1.00. ഞാൻ അത് ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വോയിസ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതിൽ നമുക്ക് എത്ര വോയിസ് വേണം. ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇൻഷോട്ട് പ്രോ എടുത്താൽ മാത്രമേ നമുക്കിതിൽ ഈ വോയിസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ EU എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് നമ്മുടെ ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനത്തെ കുറച്ച് മോഡലുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ഇങ്ങനെ കുറേ മൈക്രോഫോൺ. ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കതൊന്നും വേണ്ട. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡിനോയ്സ് ആണ്. ഇവിടെ ഒരു ഡിനോയ്സ് ഓണാക്കി കഴിഞ്ഞാൽ ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയാണ് ശബ്ദം കേൾക്കും. ഞാൻ ഡിനോയ്സ് ഓഫ് ആക്കിയിടാം. ഞാനിതൊരു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ലൂപ്പ് നിൽക്കുകയാണെങ്കിൽ ലൂപ്പ് വേണ്ട. ലൂപ്പ് ഞാൻ പിന്നൊരു ഇതിൽ പറഞ്ഞു തരാം. പിന്നെ നമുക്കിത് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം. ഇപ്പം നമുക്കത് വേണ്ട. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഞാൻ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് കോപ്പി കഴിഞ്ഞിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. ഇനി എനിക്കിത് വേണ്ട, ഞാനത് കാണിച്ചു തന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഇത് കൊടുത്തു, നമ്മൾ ബാക്ക് അടിച്ചു. അത് കഴിഞ്ഞിട്ട് സ്റ്റിക്കേഴ്സിൻ്റെ ഇതിൽ പോയി. സ്റ്റിക്കേഴ്സ് ഞെക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് കിട്ടും, ടെക്സ്റ്റ് കിട്ടും, ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റും, AI സ്പീച്ച് കൊടുക്കാൻ പറ്റും, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഈ ബ്ലർ കൊടുക്കില്ലേ, ബ്ലറാണ് ഈ ഡീറ്റെയിലിംഗ് എന്ന് പറയണത്, ബ്ലർ. പിന്നെ സ്റ്റിക്കേഴ്സിൽ പോയാൽ നിങ്ങൾക്ക് ഏത് സ്റ്റിക്കർ വേണമെങ്കിലും അതിൽ ചൂസ് ചെയ്യാം. സെർച്ച് ബോക്സിൽ പോയിട്ട് ചൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ വേണമെങ്കിൽ ഇപ്പം ഞാൻ ജലോ എന്നായിപ്പോയി, ഹലോ എന്നടിച്ച് നമുക്ക് ടെക്സ്റ്റ് ഇവിടെ ചെയ്യാം. ടെക്സ്റ്റിനും നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടോ, കുറേ എഡിറ്റിങ്, ട്രാക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ വീഡിയോ ആണെങ്കിൽ ഇത് ഫേസ് ട്രാക്ക് ചെയ്യും കേട്ടോ, വീഡിയോ ആണെങ്കിൽ മാത്രം. പിന്നെ എനിക്കിപ്പോൾ വേണ്ട, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്കിതിൽ AI സ്പീച്ച് ഉണ്ട്.
AI സ്പീച്ച് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സ്റ്റാർട്ട് ചെയ്ത് തരും. പക്ഷെ കുറച്ച് ബാക്കിയുള്ള കുറേ ഇതിൽ ശബ്ദങ്ങൾ വേണമെങ്കിൽ ഇതിൽ നമ്മൾ ഇൻഷോട്ട് പ്രോ എടുക്കണം. അപ്പോൾ ഈ AI സ്പീച്ചിൻ്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞു. ഡൂഡലിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇതുകളൊക്കെ എടുക്കാൻ പറ്റും. അതായത് ഇഷ്ടമുള്ള ആരോ ഇപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ വന്നു, ഇതിങ്ങനെ അങ്ങനെ ചെയ്യാനാണ് ഈ ഡൂഡൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടിക്ക് അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റാണ് വരുന്നത്, അത് നേരത്തെ പറഞ്ഞു. പിന്നെ എഫക്ട്സ്, ഈ എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഈ എഫക്ട്സ് ഞെക്കാം, AI എഫക്ട്സ് ഞെക്കാം. ഇതിൽ കുറേ എഫക്ട്സ് കിട്ടും, ഷെയ്ക്കിങ്, ഫില്ലിങ്, ബീറ്റ്സ്, കുറേ എഫക്ട്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എഫക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് AI എഫക്ട്സിൽ പോവുകയാണെങ്കിൽ ഇതിങ്ങനത്തെ എഫക്ട്സ്, അത് വീഡിയോയിൽ അധികം വർക്കാവുള്ളൂ. ഇപ്പം ഞാൻ വീഡിയോ ചെറുതായിട്ട് ആക്കിയിട്ടുള്ളൂ. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് AI എഫക്ട്സ് കിട്ടും. അതുപോലെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫിൽറ്റർ ഇടാം. നമുക്ക് വേണമെങ്കിൽ ഈ ഫിൽറ്റർ ഇടാം, ഈ ഫിൽറ്റർ ഇടാം, ഈ ഫിൽറ്റർ ഇടാം. ഞാൻ ഈ ഫിൽറ്റർ എടുക്കുകയാണ്. എന്നിട്ട് ഈ ഫിൽറ്റർ ഇപ്പം നമുക്ക് എത്ര ഫിൽറ്റർ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടം വരെ ഞാൻ ആ ഫിൽറ്റർ വെക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ബ്രൈറ്റ്നസ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് പിപ്പ്. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ തന്നെ, ഇതിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, കണ്ടോ, ഇത് ഇവിടെ പിപ്പായി, ഇവിടെ കണ്ടോ പിപ്പായിട്ട് വന്നേ, അതാണ് പിപ്പ്. പിപ്പിൽ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ എഴുതിയതിൻ്റെ ഈ വാല്യൂ ഇല്ലേ, അതാണ് ഡ്യൂറേഷൻ. അത്രയേ ഉള്ളൂ. ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്ലിറ്റ്. ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗം ഞാൻ സ്പ്ലിറ്റാക്കി. എനിക്കിപ്പോൾ ഈ ഒരു ഭാഗം വേണ്ട, അപ്പം ഞാൻ ഇത് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എൻ്റെ ഒരു ഭാഗം എനിക്ക് ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തു. എനിക്ക് ആ ഭാഗം ഡിലീറ്റ് ചെയ്യണം. വീണ്ടും സ്പ്ലിറ്റ് ചെയ്യൂ. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. 1 മിനിറ്റ് സ്പ്ലിറ്റ്. ഒരു സെക്കൻഡുള്ള ഇത്ര നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ വോളിയത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ശബ്ദം നമുക്ക് എത്ര വേണമെങ്കിലും ഇതാക്കാം. അപ്പം ഞാൻ ഈ ഡബ് ചെയ്ത കാരണം നമുക്ക് പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം വിട്ടുപോയി. ഇതിൽ ഓഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എഫക്ട്സ് ഇടാം നമുക്ക്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത എഫക്ട്സിൻ്റെ കേൾപ്പിച്ചു തരാം. ഞാൻ റീസെൻ്റ് യൂസ് ചെയ്തത് ബട്ടൻ്റെ ശബ്ദം, അങ്ങനത്തെ കുറേ എഫക്ട്സ് ഇവിടെ കിട്ടും. പിന്നെ മ്യൂസിക്കിൽ പോയാൽ നമുക്ക് ഇവിടെ നിന്ന് കുറേ മ്യൂസിക്കുകൾ കിട്ടും. അങ്ങനെ ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ റെക്കോർഡിങ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നു. AI സ്പീച്ച് ഉണ്ട്. AI സ്പീച്ച് നേരത്തെ കാണിച്ചു തന്നെ. AI റെക്കോർഡിങ്, അതിന് നമുക്ക് ഇത് വേണം, ഇൻഷോട്ട് പ്രോ വേണം. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു ഓഡിയോ കഴിഞ്ഞു. ആനിമേഷൻ പറഞ്ഞില്ല, ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞില്ല. നമുക്കിതിൽ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ കാണിക്കണ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം, ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, ഫുൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണ്ടോ, ഫുൾ ബ്ലാക്ക്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് നോക്കാം. ഇപ്പം ഞാൻ ഈ സ്പീഡിൻ്റെ ഡ്യൂറേഷൻ ആട്ടോ. സ്പീഡിൻ്റെ ഡ്യൂറേഷൻ നേരത്തെ പിക്ചറിൻ്റെ ഡ്യൂറേഷൻ ആയിരുന്നു. ഞാൻ സ്പീഡിൻ്റെ ഡ്യൂറേഷൻ മാറ്റി. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആനിമേഷൻ ഇടാം. ഇത് വേറെ, അത് മറ്റേ എഫക്ട്സ് ആയിരുന്നു, എഫക്ട്സ് ആനിമേഷൻസ് ആയിരുന്നു. ഇത് സാധാ ആനിമേഷൻസ്. നമ്മളിപ്പോൾ ഇതിട്ടു കണ്ടോ, ഇങ്ങനെ ഗ്ലിച്ചായ പോലെ വരുന്നുണ്ടോ, അങ്ങനത്തെ ആനിമേഷൻസ് ഇതിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ AI കട്ടുണ്ട്. AI കട്ടൊക്കെ ഇൻഷോട്ട് പ്രോ എടുത്താലേ കിട്ടുള്ളൂ. പിന്നെ വോയിസ് എൻഹാൻസ്, ക്രോപ്പ്, സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു കോപ്പി കിട്ടും നമുക്ക് അപ്പുറത്ത്. ഇവിടെ ഒരു കോപ്പി കിട്ടി. ഇത് നമുക്ക് വേണ്ട, ഞാൻ കാണിച്ചു തന്നേന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് HD ആക്കാം. HD ആക്കണമെങ്കിൽ നമ്മൾ ഇൻഷോട്ട് പ്രോ എടുക്കണം. സ്റ്റെബിലൈസർ എടുക്കാം. കട്ടൗട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കട്ടൗട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം കട്ടൗട്ട് ചെയ്ത് കാണിച്ചു. ഓക്കെ, എനിക്ക് കട്ടൗട്ട് വേണ്ട ശരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കട്ടൗട്ട് ചെയ്തത് മാറ്റണമെങ്കിൽ ഈ സൈഡിലുള്ള ഓപ്ഷൻ ഞെക്കുക. ഞാൻ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തുള്ള റൈറ്റിലേക്കുള്ള ഓപ്ഷൻ ഞെക്കുക, ഈ സൈഡിലേക്കുള്ള ഓപ്ഷൻ ഞെക്കുക. അപ്പോൾ ഇൻഷോട്ടിൽ ഇത്രയൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ആപ്പ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഇപ്പോൾ
ആയിട്ട് കാണുന്നവരെ ബൈ.